പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കുമോളെ. ദേവിക ഇല്ലാതാകും. കൊല്ലാനോ? എന്താ നീ പേടിച്ചു? അവള് ചാവുന്നതിനും ഞാൻ പേടിക്കുന്ന എന്തിനാ? എന്റെ ശത്രു വീഴുമ്പോ ഞാൻ ചിരിക്കല്ലേ വേണ്ടത്? അങ്ങനെ വേണം നടേശന്റെ മോൾ. അച്ഛാ, അവളെ എവിടേക്ക് കൊണ്ടുപോകാനാ പദ്ധതി? അതൊക്കെ ശരത്തും അവന്റെ അമ്മ പ്രഭാവതിയും കൂടി നോക്കിക്കോളും. നമ്മൾ കിളിയെ പിടിച്ച് കൂട്ടിലാക്കി കൊടുത്താൽ മതി. അവര് കൊണ്ടുപോയി വറുക്കുകയോ പൊരിക്കുകയോ കറി വയ്ക്കുകയോ ഗ്രില്ല് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. പൂജയ്ക്കുള്ളത് തീയിലോട്ടാണോ വായിലോട്ടാണോ പോകുന്നുവെന്ന് നമ്മൾ എന്തിനറിയണം? അതെ, നമുക്ക് വേണ്ടത് ഉദ്ദിഷ്ടകാര്യ ലബ്ധി. അല്ല, ഇനിയിപ്പോ ദേവികയെ കാണാതാവുന്ന സങ്കടത്തില് സിദ്ധോട്ടൻ കല്യാണമേ വേണ്ടെന്ന് വെക്കുന്ന. എവിടെന്ന്? അതൊന്നും നടക്കത്തില്ല മോളെ. അച്ഛാ, ആ പട്ടാളം തന്തയുടെ പിന്തുണ മുഴുവൻ മോന. ആയിക്കോട്ടെ, തന്തയുടെ മോന്റെ നട്ടല്ലടിച്ചു പോകുന്ന പണി ഈ നടേശന്റെ കയ്യിലുണ്ട്. എന്റെ പിന്നിൽ ഒരു ഫോഴ്സ് ഉണ്ട്, പോലീസിന്റെ. പട്ടാളത്തിന്റെ പവറൊക്കെ അങ്ങ് അതിർത്തിയില്. പിന്നെ സിദ്ധാർത്ഥം വക്കീലാണെങ്കിൽ എന്താ, നീയും വക്കീലല്ലേ? ഒരു പെൺകുട്ടി എന്ന പരിഗണന വച്ച് ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ നിന്റെ കൂടെയേ നിൽക്കത്തുള്ളൂ. പിന്നെയും കിടക്കയല്ലേ വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ. ഈ ഓപ്പറേഷൻ പൊളിക്കും. സിദ്ധാർത്ഥ വക്കീല് മുട്ടുകാലിൽ നിന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടും. അച്ഛൻ ഒരു കാര്യം കൂടി ചെയ്യണം. പറഞ്ഞോ? അച്ഛാ, ആ പൊട്ടക്കണ്ണൻ അളിയനില്ലേ, അയാളെ വല്ല കള്ളക്കേസിലും കുടിക്കും അകത്തിടണം. വഴി ഞാൻ പറഞ്ഞു തരാം. മകളുടെ ഭാവി കൂമ്പടയുമെന്ന് കാണുമ്പോ പട്ടാളം തந்த മോനെ ഞാനുമായിട്ടുള്ള കല്യാണത്തിന് നിർബന്ധിക്കും. ചേച്ചിയമ്മയുടെ ജീവിതം ഓർത്ത് സിദ്ധാർത്ഥൻ എന്റെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും. അതും പൊളിക്കും. ഞാൻ ഏറ്റടി മക്കളെ. എന്തു വേണമെന്ന് നീ അച്ഛനോട് പറഞ്ഞാ മതി. സിദ്ധാർത്ഥൻ എന്റെ കഴുത്തിൽ താലി കെട്ടണോ അച്ഛാ? എന്റെ വാശി അത്. ഞാൻ അയാൾക്ക് മുൻപിൽ വെച്ച വെല്ലുവിളിയാത്. ആ വാശി നടത്തി തരാൻ അല്ലടി മോളെ അച്ഛൻ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്.